ആസിഫ്, സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനമൊക്കെ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ന്യൂസ് മലയാളം 2 വലിയ വാർത്തകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സേതു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സമ്മേളന കാലയളവിൽ ന്യൂസ് മലയാളം കണ്ടാൽ മതി, എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അറിയാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിപ്പും തൊങ്ങലുമില്ലാതെ കൃത്യമായ CPM സമ്മേളന വാർത്തകൾ നമ്മൾ ഇന്ന് രാവിലെ നൽകിയതുപോലെ തന്നെ വരുന്ന മണിക്കൂറുകളിലും നൽകിക്കൊണ്ടേയിരിക്കും. അത് കൃത്യമായ വാർത്തകൾ തന്നെയായിരിക്കും. അത് അവതരിപ്പിക്കാനിരിക്കുന്ന രേഖയായിട്ട് അതിൻ്റെ മേലുള്ള ചർച്ചകളുടെ സമയത്ത് അതിൻ്റെ വിശദാംശങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് കൊടുത്തതുപോലെ തന്നെ തുടർച്ചയായി കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് മറ്റൊരു ചിന്ത പോലും CPM സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാൻ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും കൊല്ലം പൂർത്തിയായി കഴിഞ്ഞു. ചുവപ്പണിഞ്ഞിരിക്കുകയാണ് കൊല്ലം പൂർണ്ണമായും. അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുക. നമ്മൾ വലിയ ടീമാണ്. സനീഷ് ഏട്ടനുണ്ട്, മഹേഷ് ഏട്ടനുണ്ട്, ലിജോ ഉണ്ട്, അനു ഉണ്ട്, അങ്ങനെ എല്ലാവരും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്കെന്തായാലും ആദ്യം മഹേഷ് ഏട്ടനിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാമെന്ന് തോന്നുന്നു. സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം നടക്കാൻ പോകുന്നത് പതാക ഉയർത്തലാണ്. ഇന്നലെ പതാക ഉയർത്തിയത് പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിലാണെങ്കിൽ ഇന്ന് പതാക ഉയർത്തുന്നത് പൊതുസമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ്. പതാക ഉയർത്തുന്നത് ഏറ്റവും മുതിർന്ന പ്രതിനിധിയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ പോകുന്ന നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനായിരിക്കും പതാക ഉയർത്തുക. ആ പതാക ഉയർത്തിയതിനു ശേഷം പ്രതിനിധി സഖാക്കൾ മുദ്രാവാക്യം വിളിയോടുകൂടി സമ്മേളന ഹാളിലേക്ക് പോവുകയും അവിടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. അവിടെയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നടക്കുക. അവിടെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുക. ഉദ്ഘാടന പ്രസംഗം മാധ്യമങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. അതിനുശേഷം സമ്മേളനം അവിടേക്ക് പോവുകയും പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. തുടർന്ന് ആ റിപ്പോർട്ട് അവതരണം പൂർത്തിയാകുന്നതിന് ശേഷമായിരിക്കും ഒരു ഏകദേശം 4 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറയുന്ന നിർണായകമായ ആ രേഖ ഈ സമ്മേളനത്തിന് മുമ്പ് അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ പുറത്ത് വിട്ടിരുന്നു, അതിൻ്റെ ചർച്ചകളുള്ളത്. ആ ഒരു CPM സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രേഖയാണ്. ഈ രേഖയിൽ ഊന്നി നിന്നുകൊണ്ടാണല്ലോ ഈ സമ്മേളനത്തിന് ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ പോവുക. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി നമുക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സാധാരണഗതിയിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുള്ള ചർച്ചകളാണ് പൊതുവെ നടക്കുക. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ക്രോഡീകരണം നടക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനം മുതലുള്ള ഒരു വ്യത്യാസം, അവിടെ ഒരു പുതിയ നയരേഖ എന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കുന്നു. അത് ഭരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയും ഭരണവുമായിട്ട് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രേഖയാണത്. അത് കഴിഞ്ഞ തവണ പാർട്ടി പ്രകടന പത്രിക, LDFിൻ്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയെ ആസ്പദമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ച മൂന്നാമൊരു LDF സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യം തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള കാര്യമുണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ആണ് പ്രധാനമായും ഉണ്ടാകേണ്ടത്. അതിന് ഇന്ന് നടക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ചർച്ച, വൈകുന്നേരം കഴിഞ്ഞ ഗ്രൂപ്പ് ചർച്ചകൾക്കായിട്ട് പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് അവർ പിരിയുകയും അവർ ഗ്രൂപ്പ് ചർച്ച നടത്തുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ ഗ്രൂപ്പുകൾ, അതായത് ഓരോ ജില്ലാ ഘടകങ്ങളും വേർതിരിഞ്ഞുള്ള ചർച്ചകൾ നടത്തി അതിലെന്താണ് അവർ സംസാരിക്കേണ്ട നേരത്തിലേക്കൊരു ധാരണ ഉണ്ടാക്കുകയും ആ ധാരണ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഖാക്കൾ സംസാരിക്കുകയായിരിക്കും ചെയ്യുക. തീർച്ചയായും.